ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു അമ്മമാരും ഇരുന്ന് ഞായറാഴ്ച ഓഗസ്റ്റ് തീയതിയെ മിസ് ചെയ്ത് കളയരുത്. അന്ന് ഗജാനന സങ്കടഹര ചതുർത്ഥിയാണ്. എന്താണ് അന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ പ്രാധാന്യം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം നമ്മൾ അന്ന് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചും. അതിനു മുൻപ് ഇന്ന് കർക്കിടക മാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് രാഹുകാലം സമയത്തും പിന്നെ ശുക്രഹോര സമയത്തും നമ്മൾ ചെയ്യേണ്ടുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പൂജയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മിസ് ചെയ്യാതെ അത് എല്ലാവരും കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതേപോലെ ഓഗസ്റ്റ് മാസത്തിൽ ദ്വിപുഷ്കര യോഗം വരുന്ന ദിവസം, ഈ ഓഗസ്റ്റ് മാസം മുഴുവൻ നമ്മൾ ചൊല്ലേണ്ടുന്ന മണി മന്ത്രം, പോകേണ്ടുന്ന ക്ഷേത്രം, ഇതിനെക്കുറിച്ചും മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചുമൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി കാണണം. ഇനി നമുക്ക് ഗജാനന സങ്കടഹര ചതുർത്ഥി ദിവസമായ ഞായറാഴ്ച എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ആഗസ്റ്റ് മാസം തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസം തന്നെ സങ്കടഹര ചതുർത്ഥി വരുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. ഈ ഒരു മാസം മുഴുവൻ നമുക്ക് വരുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസം ഞായറാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു ദിവസത്തിന്. വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ് സങ്കടഹര ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത്. ചന്ദ്രനെ കണ്ട് തൊഴുത് നമ്മുടെ ആ വ്രതം അന്ന് വൈകിട്ട് കൊണ്ട് പൂർത്തിയാവുകയും ചെയ്യും. ചന്ദ്ര ഉദയ സമയത്ത് ചതുർത്ഥി തിഥി വരുന്ന ദിവസമാണ് നമ്മൾ സങ്കടഹര ചതുർത്ഥി വ്രതമായിട്ട് എടുക്കുന്നത്. അതുമാത്രവുമല്ല, നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് സങ്കടഹര ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ വ്രതം എടുക്കുന്നവരൊക്കെ ശനിയാഴ്ച രാത്രിയിൽ നോൺ വെജ് കഴിക്കാതിരിക്കുക. പിറ്റേ ദിവസം ഞായറാഴ്ച സൂര്യ ഉദയത്തിന് മുൻപേ ഉണരണം. സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് വന്നതിന് ശേഷം അപ്പോഴേക്കും സൂര്യൻ്റെ ഉദയമാകും. ഒരു 6 മണിക്കും ഒരു 8 മണിക്കും ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമുണ്ട്. അതിന് മുൻപായിട്ട് നിങ്ങൾ ആസ് യൂഷ്വൽ പൂജാമുറിയിൽ ദീപം കൊളുത്താം. ഗണേശ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നവർക്ക് അഭിഷേകം ചെയ്യാം. ഭഗവാന് നല്ല മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് കറുകപ്പുല്ല് സമർപ്പിക്കാം. കറുകപ്പുല്ല് കിട്ടാത്തവർക്ക് 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ്, ഈ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ ആ കളറ്, പവിഴ നിറത്തിലെ ആ കളറ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തെയാണ്. ഗണപതി ഭഗവാൻ കേതുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഭഗവാൻ 5 ഇതൾ ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നത് നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറുകപ്പുല്ല് കിട്ടിയില്ലെങ്കിലും ചുമന്ന കളറിലെ ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കാം. അതേപോലെ തന്നെ ഭഗവാന് നല്ല ചുമന്ന കളറിലെ പഴം അത് സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാരണം ഞായറാഴ്ച വന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ചുമപ്പിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഭഗവാന്റെ ഗായത്രി മന്ത്രം ഒരു 3 പ്രാവശ്യം, അല്ലെങ്കിൽ ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രം ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ചൊല്ലിയതിന് ശേഷം സൂര്യഭഗവാനോട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണിത്. സൂര്യഭഗവാന് അർഘ്യം കൊടുക്കണം എന്നൊന്നുമില്ല. കിഴക്കോട്ട് നോക്കി ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നമ്മുടെ മക്കൾക്ക് ഇപ്പം ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കണമെന്നും, അങ്ങനെയല്ല നമ്മുടെ മക്കൾക്കൊരു നല്ല വിവാഹം വേണമെങ്കിൽ അത് വേണമെന്നും, നല്ല സ്വഭാവത്തോടു കൂടി വളരണമെന്നും, നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്നും, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നടക്കണമെന്നും ഒക്കെ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കർപ്പൂരമെടുത്ത് ആ കർപ്പൂരം സൂര്യഭഗവാനെ നമ്മൾ ഒഴിയണം. കർപ്പൂരം കത്തിച്ച് 3 പ്രാവശ്യം നമ്മൾ സൂര്യഭഗവാനെ ഒഴിഞ്ഞതിന് ശേഷം അത് കെടാതെ അതേപോലെ നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്തിരിക്കുന്ന ഗണപതി ഭഗവാനെ ആ കർപ്പൂരത്തട്ടുകൊണ്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞ് ഇതേ പ്രാർത്ഥന നമ്മൾ ഗണപതി ഭഗവാനോടും കൂടിയിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മക്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണോ ആ തടസ്സത്തെ ഭഗവാൻ മാറ്റിത്തരും. അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ കയ്യിലുള്ളത്, നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാന് കുങ്കുമപ്പൂവ് കൊണ്ടൊരു പൊട്ട് തൊടുക എന്നുള്ളതാണ്. കുങ്കുമപ്പൂവ് കൊണ്ടുള്ള പൊട്ടെന്ന് പറയുമ്പോൾ കുറച്ച് കുങ്കുമപ്പൂ എടുക്കുക. അതിലോട്ട് നമ്മൾ ഒരൽപ്പം റോസ് വാട്ടറോ അങ്ങനെ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ
ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തിട്ട് നമ്മൾ ആ ഒരു സാഫ്രോണിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല കളറ് വരും. ആ ഒരു പവിഴ നിറം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ സാധാരണയായിട്ട് പാലിൽ വെള്ളത്തിലൊക്കെ ഡയറക്റ്റായിട്ട് ഇടുമ്പം ആ കളർ അത്ര പെട്ടെന്ന് വരില്ല. പക്ഷേ തണുത്ത വെള്ളത്തിൽ പ്രത്യേകിച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഐസ് കട്ട ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് വളരെ ചെറിയൊരു ഐസ് കട്ട മതി, അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള സാഫ്രോൺ ഇടുക. ഒരു 4-5 സ്ട്രാൻഡ്സ് ഇട്ടിട്ട് അത് നന്നായിട്ട് നമ്മളൊരു ഇടികല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറയില്ല, അങ്ങനെ പൊടിച്ചെടുക്കുമ്പം നല്ല കളറായിട്ട് നമുക്ക് ലഭിക്കും. ഇപ്പം ഐസ് കട്ട പെട്ടെന്ന് കിട്ടാനില്ലാത്തവർക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ ചെറിയ നമ്മൾ ഈ ഗോൾഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ഇതുണ്ടെങ്കിൽ അതിനുള്ളിലോട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തെടുത്താൽ മതി. ഈ നോൺ വെജൊക്കെ ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. അങ്ങനെ അല്ലാത്തവർക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിനകത്തോട്ട് ഈ സാഫ്രോൺ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കളറിൽ കിട്ടും. ഇത് ഭഗവാന് നാളെ നമ്മൾ ഇത് മാത്രം മതി നാളത്തെ ദിവസം ഭഗവാന് നമ്മൾ പൊട്ട് വെക്കാൻ. മഞ്ഞൾ, കുങ്കുമം ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ സാഫ്രോൺ കൊണ്ട് ഭഗവാന്റെ നെറ്റിയിലും ഭഗവാന്റെ തുമ്പിക്കൈയിലും ഭഗവാന്റെ 2 ചെവിയിലുമായിട്ട് നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കണം. നാളത്തെ ദിവസം ഈ ഒരു പൊട്ട് ഭഗവാന് വെക്കുന്നത് വഴി നമുക്ക് വളരെ നല്ല ഐശ്വര്യമാണ് ഫലമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ചെയ്യാനായിട്ട് മറക്കരുത്. അത് ചെയ്തതിന് ശേഷം വേണം ഭഗവാന് സൂര്യന് കർപ്പൂര ആരതി കാണിച്ചതിന് ശേഷം ഭഗവാനുള്ള കർപ്പൂര ആരതി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്നത്തെ ദിവസത്തെ ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും കഴിയുന്നതും എല്ലാവരും വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് കറുകപ്പുല്ല് സമർപ്പിക്കാം, കറുകമാല സമർപ്പിക്കാം, തേങ്ങ സമർപ്പിക്കുമ്പം ഈ ഒരു ചതുർത്ഥി തിഥികളിൽ 3 തേങ്ങ ഒരുമിച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ 3 എണ്ണം പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സമർപ്പിച്ചോളൂ. അതേപോലെ തന്നെ ഭഗവാന് 27 തവണ പ്രദക്ഷിണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. പറ്റുന്നവരൊക്കെ അത് ചെയ്യണം. അപ്പോൾ പ്രായമുള്ള അമ്മമാരൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്താൽ മതിയാവും. പിന്നെ ഗണപതി ഭഗവാന് നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ ചുമന്ന പഴം സമർപ്പിക്കുന്നത് നമുക്ക് പഴമായിട്ട് കിട്ടുമല്ലോ, ആ കദളിപ്പഴം. അപ്പോൾ അത് ചുമന്ന പഴം അത് തന്നെ സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ നമ്മൾ വൈകിട്ടാണ് സാധാരണയായിട്ട് ഗണപതി ഭഗവാനുള്ള പൂജകളൊക്കെ ചെയ്യുന്നത്. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം, ആക്ച്വലി ചന്ദ്രഭഗവാൻ ആകാശത്ത് വന്നതിന് ശേഷമെന്ന് പറയും. പക്ഷേ ഞായറാഴ്ച ഉദയം എന്ന് പറയുന്നത് ഏകദേശം 8 മണിക്ക് ശേഷമാണ്. അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 6:30-ക്ക് ശേഷം നമുക്ക് ഗണപതി ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തണം. ഒരേ ഒരു എരിക്കില എടുത്തിട്ട് ആ എരിക്കിലയ്ക്ക് പുറത്തായിട്ട് ഒരു മൺചിരാത് വെച്ച് അതിൽ നെയ്യോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഇതിൽ 3-ൽ ഏതാണോ ഉള്ളത് അതൊഴിച്ച് കിഴക്കോട്ട് വരുന്ന രീതിയിൽ ഒരു ദീപം കൊളുത്തണം. ഒരേ ഒരു എരിക്കില മതി. ഇനി എരിക്കില കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലിലയോ വെറ്റിലയോ എടുക്കാം. പക്ഷേ എരിക്കിലയാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഭഗവാനെ നോക്കിയിരുന്ന് എപ്പോഴും സങ്കടനാശന ഗണപതി സ്തോത്രം അത് 3 പ്രാവശ്യം ചൊല്ലണം. അത് മുടക്കാതെ നമ്മൾ എല്ലാ ചതുർത്ഥികളിലും ചൊല്ലുന്നത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുതരും. ആ ഒരു മന്ത്രം വേണം നമ്മൾ ആദ്യം ചൊല്ലാൻ. അതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം, ഈ ഒരു മന്ത്രം 27 പ്രാവശ്യം ഭഗവാനെ നോക്കി വേണം നമ്മൾ ചൊല്ലാൻ. കാരണം ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗജാനന സങ്കടഹര ചതുർത്ഥിയാണ്. ഗജം ആന, ആനനം എന്ന് പറഞ്ഞാൽ മുഖം, അതായത് ആനയുടെ മുഖമുള്ള ഭഗവാനാണ് ഗണേശൻ. അപ്പം ഈ ഒരു സങ്കടഹര ചതുർത്ഥിയിൽ നമ്മൾ അങ്ങനെയാണ് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു പേരിനോട് സാദൃശ്യമുള്ള മന്ത്രം ചൊല്ലി നമ്മൾ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പം നമ്മുടെ വീട്ടിലോട്ട് ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരികയും നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും തരികയും തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ തട്ടി ദൂരെ മാറ്റി കളയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന ആ മന്ത്രം ഇതാണ്. ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. അഫീപ് സിദ്ധാർത്ഥ സിദ്ധ്യർത്ഥം പൂജിതോയ സുരാസുരൈ സർവവിഘ്നഹരസ്തസ്മൈ ഗണാധിപതയേ നമഃ. അഫീപ് സിദ്ധാർത്ഥ സിദ്ധ്യർത്ഥം പൂജിതോയ സുരാസുരൈ സർവവിഘ്നഹരസ്തസ്മൈ ഗണാധിപതയേ നമഃ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമാക്കാൻ വേണ്ടി സകല ദേവന്മാരും സകല അസുരന്മാരും ആരാധിച്ച
എല്ലാ വിഘ്നങ്ങളും നീക്കുന്ന ഗണങ്ങളുടെ അധിപതിയായ ശ്രീ ഗണപതിയോട് ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ശ്രീ ഗണേശനെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഘ്നങ്ങൾ മാറും, കാര്യസിദ്ധി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണിത്. ഗണേശ ചതുർത്ഥി, അതായത് ചിങ്ങമാസത്തിൽ ഗണേശ ചതുർത്ഥി വരുമ്പം 1008 പ്രാവശ്യം ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രം കൂടിയിട്ടാണിത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൂജ കൂടിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു മന്ത്രമാണ് നമ്മൾ 27 പ്രാവശ്യം ചൊല്ലുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അത് മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഭഗവാനോട് നമ്മൾ എടുത്തു പറയണം. എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്ന വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഇന്ന കാര്യത്തിൽ തടസ്സം മാറാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഞാനിത് പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ എനിക്കിതിനുള്ള മറുപടി തരണം, അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് എൻ്റെ കുഞ്ഞിന് ഇതിനുള്ള അനുഗ്രഹം കൊടുക്കണം. നമുക്കിത് ഞായറാഴ്ച 27 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ തടസ്സം തീരുന്നത് വരെ എല്ലാ ദിവസവും ഒരു 7 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം. വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള, വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണിത്. അതിനുശേഷം ഭഗവാന് നമ്മൾ നിവേദ്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, 21 കൊഴുക്കട്ട എന്ന് പറയുന്നത് ഭഗവാന് വളരെ ഉത്തമമായിട്ടുള്ളൊരു നിവേദ്യമാണ്. അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു കൊഴുക്കട്ടയെങ്കിലും ഭഗവാൻ ഉണ്ടാക്കി വെക്കണം. പിന്നെ അവൽ വെക്കാം, ശർക്കര വെക്കാം, കരിമ്പ് കിട്ടുമെങ്കിൽ കരിമ്പ് വെക്കാം, അതേപോലെ പഴം വെക്കാം. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ വെക്കുക, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച്. ശേഷം ധൂപദീപ ആരതി എടുക്കണം. കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഭഗവാനെ കുമ്പിടുക. ചന്ദ്രഭഗവാനെ അന്നത്തെ ദിവസം കാണാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചന്ദ്രനെ നോക്കിയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ശേഷം വെച്ചിരിക്കുന്ന നിവേദ്യം കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം വീടാവുന്നതാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് നമ്മുടെ പാരണ അവസാനിപ്പിക്കാം. അപ്പോൾ വ്രതം എടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നെങ്കിൽ ഒരു നേരം നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാം, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം. അരിയാഹാരം കഴിക്കാൻ പറയുമ്പോൾ സന്ധ്യയ്ക്ക് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പകൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വ്രതമാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.